പ്രിയപ്പെട്ടവരെ, സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പണിമുടക്ക് തുടങ്ങി. അടിസ്ഥാന വേതനം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. UNA-യുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമാണ് ഇന്ന് സേവനമുള്ളത്. TV പ്രസാദും റോഷിപാലും ഹരിമോഹനും ചേരുന്നുണ്ട്. ഈ സമരത്തിന്റെ ന്യായത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇന്നലെ 3 മണി മുതൽ 6 മണി വരെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന്, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് നഴ്സുമാർ നേരിടുന്ന വിവേചനവും അവരുടെ ബുദ്ധിമുട്ടും തുറന്നു കാട്ടിയതാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ മാലാഖ എന്ന് പറഞ്ഞ് അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയാണ് ഈ നഴ്സുമാരെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾക്കെതിരായ നഴ്സുമാരുടെ സമരം ആഴത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടറും. നമുക്കൊപ്പം റിപ്പോർട്ടർമാർ ചേരുന്നു. TV പ്രസാദ്, ഹരി, റോഷി. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടാവുന്നു. 1,00,000 പേരെ അണിനിരത്തുമെന്നാണ് നഴ്സുമാരുടെ സംഘടന പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അവർക്ക് എത്രയോ കാലമായി നീതി കിട്ടാതിരിക്കുന്നു. ഒരുപക്ഷെ ഇവർ ഈ വിഭാഗത്തിൽപ്പെട്ടവർ, നേഴ്സ് വിഭാഗത്തിൽപ്പെട്ടവരായി പോയത് കൊണ്ട് മാത്രമാണ് ഇത്ര കാത്തത്. എന്നിട്ടും ഇനിയും ആശുപത്രികൾ അനങ്ങാത്ത സാഹചര്യത്തിലാണ് അവർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അവർക്കറിയാം അവർ ചെയ്യുന്ന ജോലിയുടെ മഹത്വം. പക്ഷേ മഹത്വം മാത്രമേ ഉള്ളൂ, പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെയാണ് ഇന്ന് അവർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്? വലിയ ആൾക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നുണ്ടോ സംഘടന? ഉറപ്പായും അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11 മണിക്കാണ് സമരം ഇവർ തീരുമാനിച്ചിരുന്നതെങ്കിൽ പോലും രാവിലെ 9 മണിയോടുകൂടി തന്നെ നഴ്സുമാർ തിരുവനന്തപുരത്തെ പാളയത്തേക്ക് എത്തി തുടങ്ങിയിരുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളായതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിനകത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇവിടെ സംഘടിച്ചുകൊണ്ട് 11 മണിയോടുകൂടി സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങാനാണ് ഇവർ ആലോചിക്കുന്നത്. നേരത്തെ കേരളം കണ്ട ഏറ്റവും ശക്തമായ സമരമായിരുന്നു നഴ്സുമാരുടെ സമരം. പക്ഷേ ആ സമരത്തിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു പിന്നത്തെ നാളുകളിലെ കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടത്. ഏറ്റവും അവസാനം ഇവർ അടിസ്ഥാന ശമ്പളം കൂട്ടണം എന്ന ആവശ്യവുമായി, മിനിമം വേതനം കൂട്ടണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയാണ്. വീണ്ടും ഒരിക്കൽ കൂടി അരുണ് പറഞ്ഞതുപോലെ അവരുടെ ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ടല്ല. കാരണം അടിയന്തര ആവശ്യങ്ങൾ എല്ലാം നടപ്പിലാകുന്ന രീതിയിലുള്ള സംവിധാനം അവരവരുടെ ആശുപത്രിയിൽ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 50,000-ലധികം നഴ്സുമാരെ പങ്കെടുപ്പിക്കുന്ന രീതിയിലാണ് അതിശക്തമായ ഒരു സമരമാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 9 മണിക്ക് മുമ്പ് തന്നെ വലിയ ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ പ്ലക്കാർഡും കൊടികളും ഏന്തിയ 100 കണക്കിന് നഴ്സുമാർ ഇവിടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ആവശ്യം. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12-14 മണിക്കൂർ ഇവർ ജോലി ചെയ്യാൻ സന്നദ്ധരാണ്, ജോലി ചെയ്യുന്നുമുണ്ട്. പക്ഷേ അതിനുള്ള വേതനം ഇവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവർ പ്ലക്കാർഡുമായി മുന്നോട്ട് വരുന്നു, സമരവുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അതിശക്തമായ സമരത്തിലേക്ക് തന്നെ ഇവർ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഈ സമരം? ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ഞങ്ങൾ സമരം ചെയ്യും. അതിനുവേണ്ടി ഞങ്ങൾ ഏത് അറ്റം വരെ പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സമരങ്ങൾ കണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും നിങ്ങളോട് ഈ അവഗണന? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഈ അവഗണന? ഈ ഹെൽത്ത് എല്ലാ ജോലിക്കാരോടും, പ്രത്യേകിച്ച് നേഴ്സസിനോട് എന്തുകൊണ്ടാണ് ഈ അവഗണന ഞങ്ങൾക്കറിയില്ല. ഞങ്ങളത് ചെയ്തിരിക്കും. ഞങ്ങളത് നേടിയെടുത്തിട്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ഇവിടെ ഏത് ജില്ല? പാലക്കാട് ജില്ല. ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ്. അതെ അതെ. സമരമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് ആണ്. അങ്ങനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശമ്പളം നടപ്പാക്കാത്ത, പരിഷ്കരണം നടപ്പാക്കാത്തത് തന്നെയാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. ഒരുപാട് കാലം ഉന്നയിക്കുന്ന ആവശ്യം. അതെ അതെ. ഇപ്പൊ ഇന്ന് സമരത്തിന് വന്നത് എങ്ങനെ? അവിടുത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള സൗകര്യം അവിടെ ഉണ്ട് അല്ലെ? ഇതിലൊന്ന് സ്റ്റാഫിനെ ഞങ്ങൾ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും അത് മുടങ്ങിക്കൂടാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലെ? അതെ അതെ അതെ. അവരോട് ചേർന്ന്, രോഗികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ്. അതെ, നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് കിട്ടുകയും. അതെ അതെ, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ നേടണം. പക്ഷേ രോഗികളെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരുപാട് കാലമായി നമ്മൾ നഴ്സുമാരുടെ സമരം എന്ന് കേൾക്കുന്നു. അല്ല, റിസൾട്ടിലേക്ക് വരുന്നില്ല അല്ലെ? അതെ അതെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രൈക്കിലോട് ഞങ്ങൾ എത്തേണ്ടി വന്നത്. അതിലൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത് നമുക്കറിയാവുന്നതുപോലെ നേഴ്സ് എന്നുള്ളത് 90%-ലധികം സ്ത്രീകളാണ്. അവർ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഒരുപാട് സമരങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ ആ സമരത്തിന് ഒരു റിസൾട്ട് ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ശക്തമായ സമരത്തിലേക്ക് ഇവരെ വലിച്ചിഴക്കേണ്ടി വന്നത്. എങ്ങനെയാണ് മാനേജ്മെന്റുകൾക്ക് നിങ്ങളോടുള്ള ഒരു പ്രതികരണം? ഞങ്ങളോടുള്ള പ്രതികരണം വന്നപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം നമ്മൾ ICU സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്. ICU സ്റ്റാഫിന് കൊടുത്തിട്ട് പോലും അവര് ഇപ്പൊ നമ്മുടെ ഇടയിൽ പറയുന്നത് അവർക്ക്
മാനേജ്മെന്റിനൊന്നും നമുക്ക് പൈസ തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നമ്മൾ ശക്തമായ നിലപാടിൽ തന്നെയാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് മാറുന്ന ഒരു പ്രശ്നവുമില്ല. ഇത് നമ്മൾ പറയുന്ന ആവശ്യം, ഉന്നയിക്കുന്ന ആവശ്യം അവരെ സമ്മതിച്ചാൽ മാത്രം തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന്. ജയ് ജയ് യുഎൻഎ! ജയ് ജയ് യുഎൻഎ! ജയ് ജയ് യുഎൻഎ! അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇവർ മാറുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് അരുൺ. വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് ഇവർ ഈ സമരം ആസൂത്രണം ചെയ്തെങ്കിൽ പോലും നമ്മുടെ ക്യാമറയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം വലിയ ജനക്കൂട്ടം ഇവിടെയൊക്കെ ഇപ്പോൾ സംഘടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായി നിറഞ്ഞു കഴിഞ്ഞു. ഈ ഭാഗത്തേക്ക് നമുക്ക് ഈ ഫ്ലൈ ഓവറിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടെ തന്നെ 1000-ലധികം ആളുകൾ ഒരു ഭാഗത്ത് മാത്രം നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും നഗരത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിലധികം ആളുകൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടേണ്ടത്. അത്ര വലിയ മുന്നൊരുക്കമാണ് ഇവർ ഒരുക്കുന്നത്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിനെ കൊണ്ടും മാനേജ്മെന്റിനെ കൊണ്ടും ഈ തീരുമാനം എടുപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഒരു ശക്തമായ സമരത്തിലേക്ക് പോകുന്നത്. ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? എറണാകുളം. ശക്തമായി തന്നെ സമരം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആലോചന. അതെ അതെ അതെ, മറ്റൊരു വഴിയില്ല, വേറൊരു വഴിയില്ല. സമയം എന്നുള്ളത് ഇപ്പം ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ അതെ അതെ. നേരത്തെ നടന്ന സമരത്തിന്റെ റിസൾട്ടൊക്കെ എന്തായി? അതിൽ നിന്ന് ഞങ്ങൾക്ക് പറയത്തക്ക ഒരു റിസൾട്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. സമരം കഴിഞ്ഞു, അതാ വഴിക്ക് കഴിഞ്ഞു. പിന്നെ വേറൊരു ഇതും ഉണ്ടായില്ല. നമ്മുടെ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു നല്ല റിസൾട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരം മുന്നോട്ടേക്ക് നീങ്ങാനാണ് താല്പര്യപ്പെട്ടത്. അരുൺ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചത് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി ശരിയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ജനക്കൂട്ടം സാക്ഷ്യം വഹിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തു. ഇനിയും ഇവരുടെ സമരത്തിന്റെ കൂടെ തന്നെ നമ്മളുണ്ട്. കാരണം ഇവർക്ക് അർഹതപ്പെട്ട വേതനം കിട്ടണം. മണിക്കൂറുകളോളം ജോലി ചെയ്തിട്ടും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവരുടെ ഇടയ്ക്കുണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും ഇവർ ഈ രംഗത്ത് ഈ രീതിയിൽ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. വലിയ ജനക്കൂട്ടമായി ഈ സമരം മാറുന്നു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന്റെ ഈ ഭാഗം ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ആളുകൾ ഇങ്ങോട്ടേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുകയാണ്. അരുൺ, ഇനിയും സമരം തുടങ്ങാൻ അരമണിക്കൂറിലേറെ സമയം ബാക്കിയുണ്ട്. ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. അവർ മാലാഖമാരല്ല, മനുഷ്യരാണ് എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തെരുവുകളിൽ ഈ നഴ്സുമാർ ഇന്ന് ഇങ്ങനെ കുത്തിയിരിക്കേണ്ട പ്രതിഷേധ മാർച്ച് നടത്തേണ്ട സാഹചര്യം ഒരുക്കിയത്.